പൂർവികരെ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് 3-ാം ദിവസം പ്രഭാതത്തിൽ ദേ ഈ സ്ഫടികമാല മറുപടി പറയും. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ? ശരി. ഞാൻ ചിട്ടയോടെ പൂജിച്ച് പ്രാർത്ഥിച്ചോളാം വല്യുകുഞ്ഞെ. അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കല്യാണി? ഞാൻ കണ്ടതല്ലേ. എനിക്ക് ഉറപ്പാ കാരണവന്മാർ നിന്നെ അനുഗ്രഹിക്കും. പൂജ കഴിഞ്ഞ ഈ സ്ഫടികമാല കറക്കുകയില്ല, വെളുത്ത് തന്നെ ഇരിക്കും. നീ ധൈര്യമായിട്ടിരിക്ക. ശരി. ഈ 3 ദിവസത്തെ പൂജ കഴിയുന്നവരെ ഊണിലും ഉറക്കത്തിലും എന്റെ ഉള്ളില് പൂജാമന്ത്രങ്ങൾ തന്നെയായിരിക്കും. ഇനി ഞാൻ കിച്ചണിലേക്ക് പോയിക്കോട്ടെ, ജോലി തുടങ്ങാനായി. നിന്റെ പ്രാർത്ഥനകൾ തൃശമ്പരത്തെ മുതുമുത്തച്ഛന്മാരുടെ ഹൃദയങ്ങളിൽ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടാവും. അവർ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ തന്നെയാ. എന്താ കല്യാണി ഇത്? എന്തിനാ നീ കാലിൽ തൊട്ട് നമസ്കരിച്ചത്? വല്യുകുഞ്ഞ് തന്നെ എന്റെ ദൈവം. അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റെന്തും. പ്രണയത്തിൻ തന്ത്രികളിൽ നിന്നുയരും എൻ പൂവേ, മൃദുരാഗം മീട്ടുന്നു നിൻ ഗാനം. പ്രണയത്തിൻ തന്ത്രികളിൽ നിന്നുയരും എൻ പൂവേ, മൃദുരാഗം മീട്ടുന്നു നിൻ ഗാനം. പകരില്ലേ നിൻ പ്രിയരാഗം, തഴുകില്ലേ നിന്നനുരാഗം. പകരില്ലേ നിൻ പ്രിയരാഗം, തഴുകില്ലേ നിന്നനുരാഗം. എന്ത് പറ്റി ഈ കല്യാണിക്ക്? രാവിലെ വന്നു കഴിഞ്ഞാൽ എന്നോടൊക്കെ ഏറെ വർത്തമാനങ്ങൾ പറയുന്നതാണല്ലോ. ഇന്ന് മിണ്ടുന്നേയില്ല. കല്യാണി, കല്യാണി. എന്താ ചേച്ചി? എന്ത് പറ്റി കല്യാണിക്ക്? ഏയ്, എനിക്കെന്ത് പറ്റാനാ? ഞാൻ എന്നത്തെ പോലെ തന്നെയാ. ഏയ് അതല്ല, കിച്ചണിൽ വന്നപ്പോ മുതൽ ഞാൻ കല്യാണി ശ്രദ്ധിക്കുന്നതാ. എന്തോ വല്ലാത്ത മാറ്റം പോലെ.
ഏയ് ചേച്ചിക്ക് തോന്നിയതായിരിക്കും. അതൊന്നും അല്ല. ടെക്സ്റ്റൈൽസ് മില്ലിന്റെ ആ ഫയല് ആനന്ദിന്റെ അടുത്താണെന്ന് തോന്നുന്നു. അതിൽ ചില ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നീ എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാ. എന്നു മുതലാ ഇത് തുടങ്ങിയത്? എന്നു മുതലായി ഈ ക്ലീനിങ് ജോലി തുടങ്ങിയതെന്ന്? നീ ഇവിടെ കുക്ക് ചെയ്യാൻ വന്നതല്ലേ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയല്ല. കുക്കിംഗ് സ്റ്റാഫ് കുക്ക് ചെയ്താൽ മതി. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ക്ലീനിങ്ങിന്റെ പേര് പറഞ്ഞ് ഈ മുറി കണ്ടുപോകരുത്. നിന്നെ മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. പോയി നിന്റെ ജോലി ചെയ്. പോ. എന്റെ വിളപ്പുറത്തമ്മേ, ഈ പൂജ തീരുന്നത് വരെ അഖിലമ്മയുടെ എന്നെ ഈ റൂമിൽ വെച്ച് കാണാൻ ഇടയാക്കരുതേ. ഇനിയിപ്പോ കബോർഡിലുണ്ടാവോ? വേണ്ട, ഫോൺ ചെയ്ത് അവനോട് തന്നെ ചോദിക്കാം.
കല്യാണി, എന്തു പറ്റി? ആകെ ഡള്ളാണല്ലോ. ഒന്നുമില്ല, ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെയാ. എന്തിനാ കല്യാണി എന്നോട് കള്ളം പറയുന്നത്? ഈ മുഖം ഒന്ന് വാടിയ അപ്പൊ അറിയാം എനിക്ക്. അല്ല, ആദ്യ ദിവസത്തെ പൂജയൊക്കെ ഭംഗിയായി പൂർത്തിയാക്കിയില്ലേ? നന്നായി പൂർത്തിയാക്കി. ആ, പിന്നെന്തിനാ ടെൻഷൻ? സാധാരണ പൂജാ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സം വന്നാലാണല്ലോ ഈ മുഖം വാടുന്നത്. ഇതിപ്പോ പൂജ ഒരു തടസ്സവും ഇല്ലാതെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എന്തു പറ്റി എന്റെ ചെമ്പരത്തി കുട്ടിക്ക്? അത് ഞാൻ വല്ലുകുഞ്ഞിന്റെ മുറിയിന്ന് പൂജ പൂർത്തിയാക്കി ഇറങ്ങിയ ഉടൻ അഖിലാമ്മയുടെ റൂമിലേക്ക് വന്നിരുന്നു. നീ പൂജ ചെയ്യുന്നത് അമ്മ കണ്ടോ? ഇല്ല, മാഡം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അവിടെ ഞാൻ പൂജ ചെയ്യായിരുന്നെന്ന് മാഡത്തിന് മനസ്സിലായിട്ടില്ല. പിന്നെ എന്തു പറ്റി നിനക്ക്? മാഡം റൂമിലേക്ക് കയറി വന്നത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് റൂം ക്ലീൻ ചെയ്യുന്നത് പോലെ അഭിനയിച്ചു. അത് കണ്ടിട്ട് മാഡം ക്ലീനിംഗ് ഒന്നും എന്റെ ജോലിയല്ലെന്നും ഞാൻ എന്റെ ജോലി മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്താക്കി. അതിനാണോ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? അതൊന്നുമല്ല, ഞാൻ വല്ലുകുഞ്ഞിന്റെ റൂമിൽ കയറുന്നത് പോലും മാഡത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോ മാഡം എന്നെ എങ്ങനെയാ മരുമകളായിട്ട് അംഗീകരിക്കണേ? അതോർക്കുമ്പോ കല്യാണി, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് കുഴപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛന്റെ പിറന്നാൾ ദിവസം അമ്മയോട് പിറന്നാൾ സമ്മാനമായി അച്ഛൻ ആവശ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ കല്യാണത്തിനുള്ള സമ്മതമാണെന്ന്. അമ്മ അത് സമ്മതിച്ച് നിന്നെ മരുമകളായി അംഗീകരിക്കും. എന്നും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയല്ല. ഇതൊക്കെ നടക്കുമെന്നുള്ള സംശയം ബാക്കിയുള്ളതുകൊണ്ടാ. ഉറപ്പായിട്ടും നടക്കും. കാരണം ഇതുവരെ പിറന്നാൾ സമ്മാനമായിട്ട് അച്ഛൻ ചോദിച്ചിട്ടുള്ളതൊന്നും അമ്മ കൊടുക്കാതിരുന്നിട്ടില്ലേ. അതുകൊണ്ട് അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീയും വിശ്വസിക്ക്, എല്ലാം നല്ലതുപോലെ നടക്കും. എന്തുപറ്റി കല്യാണി? വല്ലുകുഞ്ഞെ, ഇതൊക്കെ ശരി, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വിരലുകളിൽ ഏതെങ്കിലും ഒന്നിൽ തൊട്. ആ, തൊട്. അമ്മ നിന്നെ അംഗീകരിക്കോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. ആ, നീ എന്താ നോക്കുന്നേ? നീ പോയിട്ട് നോക്കാറില്ലേ? ഇതും അതുപോലൊരു വിശ്വാസമാണെന്ന് കരുതിയാൽ മതി. ഒരു വിരലിൽ തൊട്. അമ്മ നിന്നെ മരുമകളായി അംഗീകരിക്കോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. സൂപ്പർ. ഈ വിരൽ തൊട്ടാലേ അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നീ കറക്റ്റ് ആയിട്ട് അത് തന്നെ തൊട്ടു. അപ്പോ ഈ വിരൽ എന്താ വിചാരിച്ചത്? അതും അത് തന്നെയാ, അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്ന്. ഒന്ന് പോവല്ലോ കുഞ്ഞെ, ഓരോരോ കള്ളത്തരങ്ങളും കൊണ്ട്. അങ്ങനെയല്ല കല്യാണി. നിന്നെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ എനിക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും. നീ നോക്കിക്കോ കല്യാണി, അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കും. ഈ വരുന്ന പുതുവർഷത്തിൽ നമ്മൾ ഒരുമിച്ച് സമ്പൽ സമൃദ്ധിയോടെയും സമാധാനത്തോടെയും ജീവിക്കും. എന്താ, അതുപോലെ? വരാൻ പോകുന്ന ക്രിസ്മസും പുതുവർഷമൊക്കെ നമുക്കുള്ളതാ.
കൃഷ്ണേട്ടൻ ഡയറി എഴുതുകയാണോ? അതെ. കൃഷ്ണേട്ടാ, ഗംഗ ചെയ്യുന്ന പൂജയില്ലേ, തൃച്ചംബരം എന്ന തറവാട്ടുപേര് ആചാരപ്രകാരം പേരിന് മുന്നിൽ ചേർക്കാനുള്ള പൂജ, അത് വെറുമൊരു പൂജയല്ല, പൂർവികരുടെ അനുഗ്രഹവും സമ്മതവും നേടിയെടുക്കേണ്ട ചിട്ടയായ വ്രതമാണ്. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ഞാൻ പറയുന്നത് കൃഷ്ണേട്ടന്റെ കാതിൽ വീഴുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ടാക്കില്ല, പറയേ. ഈ പൂജയിൽ ഗംഗ അത്ര ഇൻവോൾവ്ഡ് അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല, മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് വേണ്ടതെന്ന്. എന്നിട്ടും ഗംഗയത് എന്താ കൃഷ്ണേട്ടാ ഇത്? ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ കൃഷ്ണേട്ടൻ? ഞാനെല്ലാം കേൾക്കുന്നുണ്ടാക്കില്ല. ഗംഗ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയല്ലേ, ന്യൂജൻ. അപ്പൊ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. കൊള്ളാം. കൃഷ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ദേ, ഈ ചടങ്ങ് വെറൊരു കുട്ടികളെയൊന്നുമല്ല, ഗംഗയെ ഈ കുടുംബത്തിലെ അംഗമാക്കാൻ പൂർവികരുടെ അനുവാദം വാങ്ങിക്കുന്ന പവിത്രമായൊരു ചടങ്ങാ. അത് നിനക്കല്ലേ അറിയൂ, ഗംഗയ്ക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് പൂജ ചെയ്തുകൊണ്ടിരുന്ന ഗംഗയെ ഞാൻ ശ്രദ്ധിച്ചു കൃഷ്ണേട്ടാ. അത് കണ്ടപ്പോ ഗംഗ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പൂജ ചെയ്തതുപോലെ എനിക്ക് തോന്നിയത്. അവൾക്ക് ഈ ആചാരങ്ങളിലൊന്നും ഒരു താല്പര്യവും വിശ്വാസവും ഇല്ലാത്തതുപോലെ. 3 ദിവസം തുടർച്ചയായി ചെയ്യാനുള്ള പൂജയാ. 1-ാം ദിവസത്തെ ഗംഗയുടെ പൂജയിൽ എനിക്ക് ഒരു തൃപ്തിയില്ല കൃഷ്ണേട്ടാ. ഇങ്ങനെയുള്ള ഗംഗ ഇനി 2 ദിവസം പൂജ ചെയ്ത് പൂർവികരുടെ അനുഗ്രഹം വാങ്ങുമെന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. ആലോചിക്കുമ്പോ എന്തോ ഒരു ടെൻഷൻ. ഞാൻ എന്റെ ടെൻഷൻ പറയുമ്പോ ഡയറിയും കുത്തിക്കുറിച്ചോണ്ടിരിക്കുന്നു. നാളുകളായുള്ള എന്റെ മനപ്പോരാട്ടം പലവട്ടം തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴും
വാക്കുകൾ മടിച്ചു നിന്നതുപോലെ